ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ കരിപ്രപ്പൂണം ദേശത്ത് സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ദേശത്തെക്കുറിച്ച്, ഈ ദേശത്തിലെ ജനങ്ങളെക്കുറിച്ച് ദൈവം നൽകിയ ഒരു വചനം നമുക്ക് പ്രാർത്ഥന ചിന്തിക്കാം. സങ്കീർത്തന പുസ്തകം 29-ാമത്തെ അധ്യായം, അതിൻ്റെ അവസാനത്തെ വാക്യം 29-11. യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകും, യഹോവ തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. ഒരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കും. മഹാപരിശുദ്ധനായ ദൈവമേ, സ്തോത്രം. കർത്താവേ, എളിയവരായി ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ആകാശം, ഭൂമി, അനന്തകോടി നക്ഷത്രങ്ങൾ, സർവ്വജീവജാലങ്ങളെയും സൃഷ്ടിച്ച ദൈവത്തിന് മഹത്വം. കർത്താവേ, ഞങ്ങളുടെ കൃപ, ദയ, സ്നേഹം, രക്തത്തിൻ്റെ ശുദ്ധി, വചനത്തിൻ്റെ ശക്തി ഈ ദേശത്ത് വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമില്ലാത്തൊരു വാക്ക് പോലും ഉച്ചരിക്കുവാൻ അടിയുന്നത് അവനെ അനുവദിക്കരുതേ. മഹത്വത്തിൻ്റെ പ്രതീകം യേശു വൻ കാര്യങ്ങൾ ചെയ്യണം. മഹത്വം കർത്താവ് എടുക്കണം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഹല്ലേലൂയ. യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകും, യഹോവ തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. ഹല്ലേലൂയ, സ്തോത്രം. പ്രിയപ്പെട്ട ദേശനിവാസികളെ, ഇന്ന് സമാധാനം എന്നതൊന്ന് നമുക്കിടയിലില്ല. പ്രത്യേകിച്ച് കൗമാരപ്രായത്തിലുള്ള കുട്ടികൾ തങ്ങളുടെ മാതാപിതാക്കൾക്ക് വരുത്തുന്ന വിഷമതകൾ പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ്. മക്കളെ പ്രസവിച്ച് വളർത്തി അവരെ ഓരോ നിലയിലാക്കുവാൻ കഷ്ടപ്പെടുമ്പോൾ അവർ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ലഹരികളിൽപ്പെട്ട് ജീവിച്ചു പോരുകയാണ്. മാത്രമല്ല, അവരുടെ കൗമാര യൗവന ദിശകളിൽ പ്രണയത്തിൻ്റെ പേരിലും മറ്റ് ലഹരികളുടെ പേരിലും അവർ ഉണ്ടാക്കുന്ന പഴികൾ ചെറുതൊന്നുമല്ല. പോലീസ് സ്റ്റേഷനുകളിൽ ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതും യൗവനക്കാരുടെ പേരിലാണ്. കൗമാരദശയിൽ തന്നെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി രാഷ്ട്രീയക്കാരുടെ കൊടികളും പിടിച്ച് ആവശ്യമില്ലാതെ തല്ലും ബഹളവും ഉണ്ടാക്കി അവർ മ്ലേച്ഛതയുടെ പന്താവുകളിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെയാണ് ദൈവവചനത്തിന്റെ പ്രസക്തി. അരുതേ, പാപം ചെയ്യരുതേ. സിഗരറ്റിനും ബീഡിക്കും മയക്കുമരുന്നിനും അധീനനായി ജീവിച്ചു പോരുകയാണ് പുതിയ തലമുറ. ഹല്ലേലൂയ. സ്നേഹം ഇല്ലാത്ത ഒരു അന്തരീക്ഷത്തിലൂടെ അവർ ഇങ്ങനെ കടക്കുന്നു. അതല്ലെങ്കിൽ സ്നേഹത്തിന് വേണ്ടി, ഹല്ലേലൂയ, സ്തോത്രം, ഓരോരോ മാർഗങ്ങളിലൂടെ പോയി നാശത്തിന്റെ വക്കുകളിലേക്ക് എത്തുന്നു. ലഹരിയുടെ കാണാത്ത ചുഴികൾ തേടി അലയുന്ന ആ തലമുറയെ മാതാപിതാക്കൾ ശപിക്കുകയാണ്. എന്റെ വയറ്റിലാണോ പിറന്നത്? ഹല്ലേലൂയ, സ്തോത്രം. എനിക്ക് ഇങ്ങനൊരു മകനില്ല, ഹല്ലേലൂയ എന്നൊക്കെ പറഞ്ഞ് പരിതപിക്കുന്ന മാതാവും പിതാവും. ഇവിടെയാണ് ദൈവവചനത്തിന്റെ പ്രസക്തി. അല്ലയോ ദേശവാസികളെ, നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ യൗവന പ്രായത്തിൽ നിങ്ങൾ പറയുന്നത് അനുസരിക്കാതെ വഴിതെറ്റി നടക്കുകയാണോ? ഹല്ലേലൂയ, മറ്റൊരുത്തനിൽ രക്ഷയില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഈ ദേശത്ത് വ്യാപരിക്കുന്ന അന്ധകാര ശക്തികളും പൈശാചിക ശക്തികളും കുട്ടികളെ വേട്ടയാടി തകർത്തു കൊണ്ടുപോകുമ്പോൾ രാഷ്ട്രീയ മേഖലയിലുള്ള വ്യക്തികളുടെ, ഹല്ലേലൂയ, സ്തോത്രം, കൊടി പിടിക്കുവാനും അതിന്റെ പിന്നാമ്പുറങ്ങൾ ജാഥയിലുമൊക്കെ പങ്കെടുക്കുവാൻ വേണ്ടിയിട്ട് വെമ്പൽ കൊണ്ട് നടക്കുമ്പോൾ, പോലീസ് സ്റ്റേഷനുകളിലും കോടതികളിലും കേസും വഴക്കുമായി നടക്കുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ പെറ്റു വളർത്തിയ മക്കൾ ഇങ്ങനെ തകർന്നു പോകുവാൻ കാരണം എന്താണ്? ഹല്ലേലൂയ, സ്തോത്രം. മദ്യവും മയക്കുമരുന്നും കേരളത്തിനകത്ത് പെരുകി വരുന്നൊരു കാലഘട്ടം. ഹല്ലേലൂയ, സ്തോത്രം. മദ്യപിക്കരുത്, മയക്കുമരുന്നിന് അടിമപ്പെടരുത് എന്ന് പറയപ്പെടുന്ന സർക്കാർ തന്നെ ഹല്ലേലൂയ സഞ്ചരിക്കുന്ന മദ്യശാലകൾ തുടങ്ങിക്കഴിഞ്ഞു. നോക്കണമേ, രാജ്യത്തിന്റെയും സംസ്ഥാനത്തിന്റെയും അധോഗതി. മുക്കിന് മദ്യശാലകൾ അവർ നിർമ്മിച്ചിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ വരുമാനം അവർ കിട്ടുന്നതും മദ്യത്തിൽ നിന്നുമാണ്.
യൗവനക്കാരെ മദ്യപാനത്തിലേക്ക് നയിക്കുന്നതിനുള്ള മുഖ്യ പങ്ക് സർക്കാരിനാണ്. അത് യാതൊരു മാറ്റവുമില്ല. എന്നിട്ടവർ പറയുന്നു നിങ്ങൾ മദ്യപിക്കരുത്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. എത്രയോ യുവജനങ്ങൾ ഇപ്പോൾ തന്നെ ഹല്ലേലൂയ റാപ്പ് സംഗീതത്തിന്റെ പിറകിലാണ് ഇന്നത്തെ യുവജനത പോകുന്നത്. അർത്ഥമില്ലാത്ത പാട്ടുകളുടെ കോപ്രായങ്ങൾക്കുള്ള ഡ്രസ്സുകളും നേരെ ധരിക്കാതെ എറണാകുളം പട്ടണത്തിലും കൊച്ചിയിലുമൊക്കെ ഹല്ലേലൂയ നല്ലവണ്ണം ഡ്രസ്സ് ധരിക്കാൻ പോലും ഇല്ലാതെ തോന്നിയ പോലെ നടക്കുന്ന വൃത്തിയില്ലാത്ത കോമരങ്ങളെ പോലെ ആകുന്നു യൗവന പ്രായത്തിലെ പെൺകുട്ടികൾ. മുതിർന്നവരും പ്രത്യേകിച്ച് ഹല്ലേലൂയ സ്തോത്രം, അവരെയും പുകഴ്ത്തി പറയാനൊന്നും പറ്റില്ല, അവരും ഇങ്ങനെ തന്നെയാണ്. ഹല്ലേലൂയ സ്തോത്രം. പണ്ട് മാറുമറയ്ക്കുന്നതിന് സമരം ചെയ്ത നാടാണ് കേരളം. ഇന്ന് എന്തും കാട്ടിക്കൂട്ടുവാൻ വ്യഗ്രത കാട്ടുന്ന ഒരു സമൂഹത്തിലേക്ക് രാജ്യവും ഹല്ലേലൂയ പ്രത്യേകിച്ച് കേരളവും ഗ്രാമങ്ങളും അതപ്പതിച്ചു പോയി. രാജ്യവും ഹല്ലേലൂയ പ്രത്യേകിച്ച് സർക്കാരും അതിന് അനുമതി കൊടുക്കുന്നു. ഒരിക്കൽ സെന്റ് തെരേസ് കോളേജിലെ കുട്ടികൾ ഹല്ലേലൂയ അവരിടുന്ന ഡ്രസ്സ് ഇങ്ങനെ ശരിയല്ലല്ലോ എന്ന് അവിടുത്തെ ടീച്ചേഴ്സിനോട് പോയി പറഞ്ഞപ്പോൾ അവർ പറയുന്നു, ഡ്രസ്സിനെ കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല സാർ, അത് അവരുടെ ഫാഷനായിട്ട് മാറുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. നേരത്തെ പറഞ്ഞ കാര്യം വീണ്ടും ഞാൻ ഓർമ്മ, മാറുമറയ്ക്കുവാൻ വേണ്ടി സമരം ചെയ്ത ഒരു കേരളത്തിലാണ് ഇന്ന് ഹല്ലേലൂയ സ്തോത്രം ഡ്രസ്സ് ഹല്ലേലൂയ അവിടെ കീറി ഇവിടെ കീറി ഹല്ലേലൂയ സ്തോത്രം പിച്ചക്കാരെ പോലെ അവിടെയും ഇവിടെയും ഡ്രസ്സ് കീറി ആൾക്കാരെ ഹല്ലേലൂയ ആകർഷിക്കുവാൻ വേണ്ടി കോപ്രായം കാണിക്കുന്ന ഒരു തലമുറ. ഹല്ലേലൂയ സ്തോത്രം. അമ്മയപ്പന്മാർ ലജ്ജിച്ചു പോകുന്നു. ഇങ്ങനൊരു ലജ്ജാകരമായ ജീവിതം നയിക്കുമ്പോൾ അവർക്കൊരു മാറ്റം വരുത്തുവാൻ അധ്യാപകർക്ക് കഴിയുന്നില്ല, ഭരണാധികാരികൾ കഴിയുന്നില്ല, മാതാപിതാക്കൾ കഴിയുന്നില്ല, അവരെ ഉപദേശിച്ച് നേരെയാക്കുവാൻ ഇവർക്കാർക്കും കഴിയുന്നില്ല. എന്നാൽ കഴിയുന്നൊരുവനുണ്ട്, അവന്റെ പേരാണ് നസ്രായന യേശു. യേശുവിന് കഴിയാത്തത് ഒന്നുമില്ല. എന്നെ കേൾക്കുന്ന ദേശനിവാസികളെ, നിങ്ങളുടെ മക്കൾ ആരെങ്കിലും നിങ്ങൾ പറയുന്നത് കേൾക്കാതെ അനുസരിക്കാതെ അവർ വേറൊരു ലോകത്തേക്ക് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ, നിങ്ങൾ നിൽക്കുന്ന നിൽപ്പിൽ ഒന്ന് മുട്ടുകുത്തി പറയൂ, യേശുവേ അങ്ങ് ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അങ്ങയിലൂടെ അല്ലാതെ ഒരു മാറ്റം സംഭവിക്കില്ല. എന്റെ മകനെ എന്റെ മകളെ നേരെയാക്കുവാൻ, അവരെ ഹല്ലേലൂയ നല്ല ഹല്ലേലൂയ സ്തോത്രം രീതിയിൽ മാറ്റിയെടുക്കുവാൻ, നല്ലൊരു ജീവിതം അവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ ഹല്ലേലൂയ ഞങ്ങൾക്ക് കഴിയുന്നില്ല, എന്നാൽ എൻ്റെ യേശുവിന് കഴിയും. ഹല്ലേലൂയ. ബാല്യത്തിലും കൗമാരത്തിലും ചുണ്ടിൽ ബീഡിയും സിഗരറ്റും വലിച്ച് പിന്നെ അത് മയക്കുമരുന്നും കയറ്റി കടക്കപ്പെടുന്ന ഒരു യുവതലമുറയെ ബൈബിൾ പറയുന്നു, യൗവനത്തിൽ നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. ഹല്ലേലൂയ. രക്തം ജയമെടുക്കുന്നു. എന്റെ പ്രിയപ്പെട്ട ദേശനിവാസികളെ, നിങ്ങളുടെ പിഞ്ചോമനകളെ വഴിതെറ്റിക്കുവാൻ ഹല്ലേലൂയ സ്തോത്രം ഒരു മ്ലേച്ഛതയുടെ ലോകമാണ് പിന്നിലിരിക്കുന്നത് എന്ന് നിങ്ങൾ മറന്നു പോകരുത്. 3 മാസം പ്രായമുള്ള കുഞ്ഞിനെയും ഹല്ലേലൂയ സ്തോത്രം 80 വയസ്സായ വാർദ്ധക്യത്തിലായിരിക്കുന്ന വ്യക്തിയെയും ബലാത്കാരം ചെയ്യുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. എന്തിന്? ശബത്തോട് പോലും ഹല്ലേലൂയ സ്തോത്രം ആവശ്യമില്ലാത്ത പ്രാകൃതം കാട്ടുന്ന ഹല്ലേലൂയ പഴയ യുഗത്തിലെ മനുഷ്യനെ പോലെ അതപ്പതിച്ചു പോയി ലോകം. ഇത്തരം പൈശാചിക ചിന്തകളിൽ വ്യാപരിക്കപ്പെടുന്ന ഒരു സമൂഹത്തിന്റെ ഇടയിലാണ് നാമും ഹല്ലേലൂയ ജീവിച്ചു പോകുന്നത് എന്ന സത്യം വിസ്മരിച്ചു പോകരുത്. ഇവിടെയാണ് ദൈവവചനത്തിന്റെ പ്രസക്തി. നിനക്ക് മാറണമോ? നിനക്കൊരു പരിവർത്തനം സൃഷ്ടിക്കപ്പെടാൻ ആഗ്രഹമുണ്ടോ? യേശുവിനല്ലാതെ നിന്റെ മനസ്സിനെ മാറ്റുവാൻ ഹല്ലേലൂയ കഴിയുകയില്ല. ഹല്ലേലൂയ. യേശുവിനെ സ്നേഹിക്കുക, ദൈവവചനം വായിക്കുക, ബൈബിളിനെ അറിയുക. യേശുവിനെ അറിയുവാൻ, യേശുവിൽ നിറയുവാൻ, യേശുവിൽ ജീവിക്കുവാൻ, യേശു പറയുന്നത് അനുസരിക്കുവാൻ നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിന് ഒരു പരിവർത്തനം ഉണ്ടാകും. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. യേശുവേ നന്ദി. കർത്താവേ, ഈ ദേശത്തുള്ളവർ ഇത് കേൾക്കുമ്പോൾ അവരുടെ ജീവിതത്തിന്റെ അകത്തളങ്ങളിൽ ഈ വചനം ക്രിയ ചെയ്യട്ടെ. സമാധാനം നൽകി അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്, അവന്റെ പേര് യേശു എന്നാണ്. ഹല്ലേലൂയാസം. ആർക്കും അടുത്തുകൂടാനാകാത്ത വെളിച്ചത്തിൽ അധിവസിക്കുന്ന ഏകനായ മഹാത്ഭുതങ്ങൾ ചെയ്യുന്ന നിത്യനും നീതിമാനും സർവശക്തനും സർവ്വവ്യാപിയും അത്ഭുത മന്ത്രിയുമായ ഒരു ദൈവം. അവന് കഴിയാത്ത ഒരു കാര്യവുമില്ല, അവന് കഴിയാത്ത ഒരു കാര്യവുമില്ല. യഹോവയ്ക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ദൈവത്തിനൊരു കാര്യം അസാധ്യമല്ലല്ലോ. സ്തോത്രം. നിങ്ങളുടെ മക്കൾ
പഠിക്കുവാൻ താല്പര്യമില്ലാത്തവരായി ഉഴലുകയാണോ? ആമ ഇഴയുന്നത് പോലെ ഒരു മുറിക്കുള്ളിൽ കിടന്ന് കറങ്ങുകയാണോ? പുസ്തകങ്ങൾ വായിച്ചു പഠിക്കുന്നതിന് പകരം അവർ മൊബൈലിന്റെയും ടിവിയുടെയും ലഹരിയിൽ അടിമപ്പെടുന്നുണ്ടോ? നിങ്ങളൊന്ന് ശ്രദ്ധിക്ക്. നിങ്ങൾ എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ലല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. മാതാപിതാക്കളെ നിങ്ങൾ എത്ര പറഞ്ഞിട്ടും അവർ അനുസരിക്കുന്നില്ലയോ? ഇല്ല, ഒരു വഴിയേ ഉള്ളൂ. നിങ്ങൾ കർത്താവിനോട് പറയും, കർത്താവേ, എന്റെ ഉദരത്തിൽ പിറന്ന മകൾ, എന്റെ ഉദരത്തിൽ പിറന്ന മകൻ ഞാൻ പറയുന്നതൊന്ന് കേൾക്കാതെ ജീവിക്കുകയാണ്, ഒരു മാറ്റം കൊടുക്കണമേ. നിങ്ങൾ കണ്ണുനീരോടെ പറയും. കണ്ണുനീര് കണ്ടാൽ മനസ്സലിയാത്തൊരു ദൈവമല്ല യേശു. നിന്റെ കണ്ണുനീർ ഭൂമിയിൽ വീഴുമ്പോൾ അത് കർത്താവിന്റെ പാദപീഠത്തിലാണ്. അവനവരെ നേരെയാക്കും. ക്രിസ്തുവിന്റെ ഭാവം യേശു നിങ്ങളുടെ മക്കൾക്ക് നൽകും. നിന്റെ യൗവന പ്രായത്തിൽ നിങ്ങൾ യേശുവിനെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. യേശു നല്ല ദൈവമാണ്, അവൻ നിത്യനായ ദൈവമാണ്, അവൻ നീതിമാനായ ദൈവമാണ്, അവൻ അത്ഭുത മന്ത്രിയാണ്, അവന് കഴിയാത്ത ഒരു കാര്യവുമില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദേശനിവാസികളെ, നിങ്ങളുടെ ഭർത്താവ് മദ്യപാനിയാണോ? നിങ്ങളുടെ ഭർത്താവ് ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, ദുർചാര്യങ്ങൾ ചിന്തിക്കുന്ന വ്യഭിചാരത്തിലൊക്കെ പോകുന്ന വ്യക്തിയാണോ? എത്രയോ തവണ നിങ്ങൾ പറഞ്ഞു നോക്കി, എത്രയോ പേരെ കൊണ്ട് ഉപദേശിച്ചു നോക്കി, ഒരു മാറ്റവും വരുന്നില്ല അല്ലേ? നിങ്ങൾക്ക് മാറ്റം വരുത്തുവാൻ, നിന്റെ ഭർത്താവിനെ മാനസാന്തരപ്പെടുത്തുവാൻ, നിന്റെ ഭർത്താവിന്റെ പാഴ്ചിലവുകളെ മാറ്റുവാൻ എന്റെ യേശുവിന് കഴിയും. യേശു 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 അവൻ ആർക്കും അടുത്തുകൂടാനാകാത്ത വെളിച്ചമാണ്. ആ വെളിച്ചം നിന്നിലേക്ക് ആകർഷിച്ചാൽ നിന്റെ ജീവിതം മാറും. ഹല്ലേലൂയ. ഒരു പരിവർത്തനത്തിന്റെ അവസ്ഥയിലേക്ക് നിന്നെ കൊണ്ടുവന്ന് നിന്റെ കുടുംബത്തിന്റെ സ്ഥിതിയെ മാറ്റുവാൻ എന്റെ യേശുവിന് കഴിയും. ഇത് വെറും ഒരു മതപരിവർത്തനമല്ല, നിങ്ങളുടെ മനസ്സുകളിൽ ഒരു പരിവർത്തനം ഉണ്ടാക്കി യേശുവിനെ കുറിച്ച് അറിയുവാൻ, യേശുവിന്റെ സ്നേഹം രുചിച്ചറിയുവാൻ നൽകുന്ന എളിയ സന്ദേശം മാത്രം. യേശു അവൻ നിത്യനായ ദൈവം, യേശു അവൻ അത്ഭുത മന്ത്രി, യേശു അവൻ ആർക്കും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ അധിവസിക്കുന്ന ദൈവമാകുന്നു. ഹല്ലേലൂയ, 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 സ്തോത്രം. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നടക്കുവാനും ദൈവത്തിന്റെ സമാധാനത്തിൽ ജീവിക്കുവാനും എല്ലാവരും ആഗ്രഹിക്കാറുണ്ട്. എന്നാൽ അത്തരം അവസ്ഥകളിലൂടെ കടന്നു പോകുവാൻ കഴിയാത്ത വ്യക്തികളാണോ നിങ്ങൾ? നിശ്ചയമായിട്ടും നിങ്ങളോട് ദൈവത്തിന്റെ ആത്മ ഇടപെടുന്നു. ഇന്ന് നിങ്ങൾ എവിടെയായിരിക്കുന്നുവോ അവിടെ ഒരു നിമിഷം നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുക. യേശുവേ, അങ്ങ് ഈ ലോകത്തെ സൃഷ്ടിച്ചവനാണ്. അന്ധരെയും ബധിരരെയും അനാഥരെയും ആരോരുമില്ലാത്തവരെയും മാനസികഭ്രാന്തി പിടിച്ചവരും രോഗികളെയും ഊമകളെയും മുടന്തരെയും ഒക്കെ തൊട്ട ദൈവം. ഹല്ലേലൂയ. സമ്പത്തില്ലാത്തവന് സമ്പത്ത് കൊടുത്ത ദൈവം, വിദ്യാഭ്യാസമില്ലാത്ത വിദ്യാഭ്യാസം കൊടുത്ത ദൈവം. ഹല്ലേലൂയ സ്തോത്രം. കാഴ്ചയില്ലാത്തവന് കാഴ്ച കൊടുത്ത ദൈവം, കാതുകളില്ലാത്തവന് കാത് കൊടുത്ത ദൈവം. അവന് കഴിയാത്തതായി ഒന്നുമില്ല. മെഡിക്കൽ കോളേജ് കൈവിട്ടവനെ രക്ഷിച്ച ദൈവമാണ് യേശു. അവന്റെ അടുത്തേക്കൊന്നു വാ. അരുമനാഥന യേശുവിന്റെ അടുക്കലേക്ക് നിങ്ങൾ വരുമ്പോൾ നിന്റെ ജീവിതത്തിൽ ഒരു പരിവർത്തനം ഉണ്ടാകും. യെസ്, നിന്നെ മാറ്റുവാൻ, നിന്റെ മനസ്ഥിതിയെ മാറ്റുവാൻ, നിന്റെ ഹൃദയത്തിലെ ഹല്ലേലൂയ സ്തോത്രം ആവശ്യമില്ലാത്ത ചിന്തകളെ മാറ്റുവാൻ, നിന്റെ മക്കളുടെ ഹല്ലേലൂയ സ്തോത്രം മയക്കുമരുന്ന് സ്വഭാവത്തെ, സിഗരറ്റ് വലി ശീലത്തെ, മദ്യപാന സ്വഭാവത്തെ മാറ്റുവാൻ യേശുവിന് കഴിയും. ആവശ്യമില്ലാത്ത പ്രണയവും ആവശ്യമില്ലാത്ത രാഷ്ട്രീയ കോലാഹലവും അവന്റെ ഉള്ളിൽ നിന്നും അവളുടെ ഉള്ളിൽ നിന്നും വേരോടെ പറിച്ചു കളയുവാൻ എന്റെ യേശുവിന് കഴിയും. യേശുവിനെ ഒന്നറിയൂ, യേശുവിനെ ഒന്ന് രുചിച്ചറിയൂ. ഹല്ലേലൂയ സ്തോത്രം. യഹോവേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു, ഞാൻ ഒരു നാളും ലജ്ജിക്ക് പോകരുതേ. ഹല്ലേലൂയ. ദാവീദ് എന്നൊരു ഭക്തൻ ദൈവത്തോട് പറ, അതുപോലെ നിങ്ങൾക്കും പറയാം, കർത്താവേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. അതെ, ശരണം പ്രാപിക്കുവാൻ ഈ ഭൂമിയിലുള്ള ആകാശത്തിലുള്ള ഒരേ ഒരു ദൈവമാണ് യേശു. നീ ദൈവത്തെ ശരണം പ്രാപിച്ചാൽ നിന്റെ ജീവിതം മാറി വരും. ഹല്ലേലൂയ സ്തോത്രം. നിന്റെ ജീവിതത്തിന് ഒരിക്കലും ലജ്ജിച്ച് പോകാത്തവണ്ണം ദൈവം നിന്നെ മാറ്റിമറിക്കും. ഹല്ലേലൂയ. നിന്റെ ജീവിതം മാറും. എന്നെ കേൾക്കുന്ന ദേശനിവാസികളെ, നിന്റെ ഭർത്താവ് ഹല്ലേലൂയ മദ്യപാനത്തിനോ മയക്കുമരുന്നിനോ അടിമയാണോ? പാഴ്ചിലവുകളുണ്ട് ജീവിതത്തിൽ, ഹല്ലേലൂയ സ്തോത്രം, ദുർവിചാരങ്ങളോ നടക്കുന്ന വ്യക്തിയാണോ? അദ്ദേഹത്തെ മാറ്റിമറിക്കുവാൻ ദൈവവചനത്തിൽ കഴിയും. നിന്റെ മക്കൾ അലസരായി പഠിത്തത്തിന് പോകാതെ, കോളേജിൽ പോകാതെ കറങ്ങി നടക്കുകയാണോ? രാഷ്ട്രീയ പേക്കോലങ്ങളുടെ പിന്നാലെ കൊടിപിടിച്ച് നടക്കുകയാണോ? മദ്യത്തിന് മയക്കുമരുന്നിന് അടിമപ്പെട്ട് അവർ ഹല്ലേലൂയ സ്തോത്രം നടക്കുകയാണോ? അവരെ മാറ്റിമറിക്കുവാൻ ഇന്നത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കഴിയില്ല, ഇവിടെയുള്ള ഭരണാധികാരികൾ കഴിയില്ല, ഇവിടുത്തെ മതപണ്ഡിതന്മാർ കഴിയുകയില്ല. ഹല്ലേലൂയ. എന്നാൽ കഴിയുന്ന ഒരുവനുണ്ട്, അവന്റെ പേരാണ് യേശു. നോക്കണമേ, റോഡിലൂടെ കടന്നു പോകുമ്പോൾ
150 മീറ്റർ സ്പീഡിൽ പോകുന്ന ഹല്ലേലൂയ ചെറുപ്പക്കാർ, ഹല്ലേലൂയ, നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും നിയമം പാലിക്കാതെ വല്ലവനെ ഇടിച്ചു നിർത്തിയിടാൻ ആഗ്രഹിച്ചടക്കുന്ന ചെറുപ്പക്കാർ, ഹല്ലേലൂയ, കൗമാരത്തിന്റെ ആവേശത്തോടെ ബഹളം വെച്ചുകൊണ്ട് അവൻ, ഹല്ലേലൂയ, കാണുന്നവർ പറയും ഇവന്റെ പോക്ക് അത്ര പോകത്തില്ല. ഹല്ലേലൂയ, കേൾക്കണമേ, എത്ര ചെറുപ്പക്കാരാണ് റോഡ് ആക്സിഡന്റ്സിൽ ദിനംതോറും, ഹല്ലേലൂയ, മരണം വരിക്കുന്നത്. നോക്കണേ, പേക്കോലങ്ങളായി, ഹല്ലേലൂയ, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ജീവിതത്തിന്റെ നല്ല പ്രായത്തിൽ വെച്ച് തന്നെ അവർ മരണം പോവുകയാണ്. അവരെ തിരിച്ചു കൊണ്ടുവരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദേശനിവാസികളെ, അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ മക്കൾ ആരെങ്കിലും വഴിതെറ്റി പോകുന്നുണ്ടെങ്കിൽ, അവർ മറ്റൊരു ട്രാക്കിലൂടെ പോവുകയാണെങ്കിൽ, നിങ്ങൾ പറഞ്ഞിട്ടോ, ഹല്ലേലൂയ, നിങ്ങളുടെ അധ്യാപകർ പറഞ്ഞിട്ടോ, നിങ്ങളുടെ മതപണ്ഡിതന്മാർ പറഞ്ഞിട്ടോ അവർ കേൾക്കുന്നില്ലെങ്കിൽ കണ്ണുനീരോടെ യേശുവപ്പൻ്റെ അടുത്തുനിന്ന് വാ. യേശുവപ്പനോട് പറയും, കർത്താവേ, ഞാൻ അങ്ങേ ആശ്രയിക്കുന്നു. എന്നെ ലജ്ജിപ്പിക്കരുതേ, എന്റെ കുടുംബത്തെ തകർക്കരുതേ. കർത്താവേ, നീ ഇടപെട്ട് എന്റെ മകനെ നേരെയാക്കണമേ, എന്റെ മകളെ നേരെയാക്കണമേ. മദ്യവും മയക്കുമരുന്നുമൊക്കെ, ഹല്ലേലൂയ, സ്തോത്രം, അവന്റെ ഉള്ളിൽ നിന്ന് മാറ്റണമേ. അവനൊരു നല്ല പൈതലാക്കി മാറ്റണമേ, നല്ലൊരു മനുഷ്യനാക്കി മാറ്റണമേ. ഹല്ലേലൂയ, വീടിനും സമൂഹത്തിനും രാജ്യത്തിനും ഉപകാരമുള്ള ഒരു വ്യക്തിത്വമാക്കി മാറ്റണേ. അവന്റെ മേൽ ആത്മസിക്കുന്ന അന്ധകാര ശക്തിയെ തകർക്കണമേ. യേശുവപ്പാ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. യേശുവപ്പാ, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, അങ്ങയെ ബഹുമാനിക്കുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ രോഗികളാണോ, ഭാരപ്പെട്ട് നിൽക്കുകയാണോ, ഹല്ലേലൂയ, എത്ര ഹല്ലേലൂയ ശ്രമിച്ചിട്ടും എത്ര ഡോക്ടർമാരെ കണ്ടിട്ടും മാറാത്ത രോഗത്താൽ നിങ്ങൾ ഭയപ്പെടുകയാണോ, മരിച്ചു പോകും ചിന്തിക്കുകയാണോ, ആത്മഹത്യയുടെ പ്രവണത നിൽക്കുകയാണോ, നിങ്ങളുടെ മനസ്സിനെ മാറ്റുവാൻ, നിങ്ങളുടെ ജീവിതത്തിന്റെ ഗതി മാറ്റുവാൻ എൻ്റെ യേശുവിന് കഴിയും. യേശു അത്ഭുത മന്ത്രി, അവൻ വീരനാം ദൈവം, അവൻ നിത്യപിതാവ്, അവൻ സർവശക്തൻ. അവന് കഴിയാത്ത ഒരു കാര്യവുമില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദേശനിവാസികളെ, പ്രിയപ്പെട്ട നടൻ ശ്രീനിവാസൻ, ഹല്ലേലൂയ, ദൈവമില്ല എന്ന് പറഞ്ഞ വ്യക്തി, ഹല്ലേലൂയ, സ്തോത്രം, കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ, ഹല്ലേലൂയ, സ്തോത്രം, എളിയവനെ വിളിച്ച് പ്രാർത്ഥിക്കുവാനിട വന്നു. ജീവിതത്തിന്റെ അകത്തളങ്ങളിൽ ദൈവമില്ല എന്ന് അഹങ്കരിച്ച് നടന്നു. എന്നാൽ ഇന്ന് അദ്ദേഹത്തെ മാറ്റി. അദ്ദേഹത്തിന്റെ ഭാര്യ യേശുവിൽ വിശ്വസിക്കുന്നു, മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു. ഇതൊരു സാക്ഷ്യമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ജഗതി ശ്രീകുമാർ, ഹല്ലേലൂയ, സ്തോത്രം, 1000-ഓളം സിനിമകൾ അഭിനയിച്ച്, ഹല്ലേലൂയ, സ്തോത്രം, ഒരുപാട് അപമാന കഥകൾ ഉണ്ടായി. ഹല്ലേലൂയ, ഇന്ന് അദ്ദേഹം ജീവിച്ചിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞ രണ്ട് വാക്കുകളേ ഉള്ളൂ. ഒന്ന് യേശു, 2 ആമേൻ. ഹല്ലേലൂയ, എന്റെ തെളിവ് എൻ്റെ കയ്യിലുണ്ട്. ഞാനത് പുറത്ത് കൂടുതലായി വിട്ടിട്ടില്ലെന്നേ ഉള്ളൂ. ലോകത്തെ അറിയുന്ന, സിനിമയെ സ്നേഹിക്കുന്ന, ഹല്ലേലൂയ, ആ വ്യക്തികൾ പോലും യേശുവിനെ അറിയുന്നു. എത്രയോ രാഷ്ട്രീയക്കാർ, എത്രയോ ഭരണാധികാരികൾ മുട്ടുകുത്തി യേശുവിനെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. എന്നെ കേൾക്കുന്ന കരിപ്രകോണം, മുള്ളറവിള ദേശത്തെ പ്രിയപ്പെട്ട ഹല്ലേലൂയ ദേശനിവാസികളെ, നിങ്ങളുടെ ജീവിതത്തിലുള്ള ചെറുതും വലുതുമായ ഏത് പ്രശ്നവും എൻ്റെ കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവയ്ക്കുക. ഒരു മതപണ്ഡിതന്മാർക്കും മാറ്റാൻ പറ്റാത്ത, ഒരു ഭരണാധികാരികൾക്കും മാറ്റാൻ പറ്റാത്ത ഏതൊരു വിഷയവും സർവശക്തനായ ദൈവം പരിഹരിക്കും. നിങ്ങൾ ഏതെങ്കിലും പ്രതികൂല അവസ്ഥയിലോ, പ്രതിബന്ധങ്ങളുടെ അവസ്ഥയിലോ, നിരാശയുടെ അവസ്ഥയിലോ ആയിരുന്നാലും എൻ്റെ കർത്താവിന് നിങ്ങളെ മാറ്റുവാൻ കഴിയും. വായിച്ച വചനത്തിലേക്ക് മടങ്ങി വരാം. ഹല്ലേലൂയ, സ്തോത്രം. എൻ്റെ ദൈവം, ഹല്ലേലൂയ, എൻ്റെ ദൈവം തൻ്റെ ജനത്തിന് ശക്തി നൽകും. എൻ്റെ ദൈവം തൻ്റെ ജനത്തിന് സമാധാനം നൽകി അനുഗ്രഹിക്കും. നിങ്ങൾക്ക് ശക്തി നൽകുന്ന, നിങ്ങളുടെ മനസ്സിന്, നിങ്ങളുടെ ശരീരത്തിന് ബലം നൽകുന്ന ഒരു ദൈവമുണ്ട്. മാത്രമല്ല, നിങ്ങളെ സമാധാനം നൽകി അനുഗ്രഹിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ, സ്തോത്രം. ആ പ്രയോഗം, ആ വാക്ക് ശ്രദ്ധിക്കണം. നമുക്ക് അനുഗ്രഹം മാത്രം കിട്ടിയാൽ പോരാ. പണമുള്ളവൻ വിചാരിക്കും, അയ്യോ എനിക്ക് പണമുണ്ട്, ലക്ഷങ്ങളുണ്ട്, കോടികളുണ്ട്, പക്ഷെ അവന് സമാധാനമില്ല. എന്നാൽ ബൈബിൾ പറയുന്നു, ദൈവം സമാധാനം നൽകി അനുഗ്രഹിക്കും. റമനവയുടെ ശന്തു, ഈ ദേശത്ത് ഹല്ലേലൂയ സമാധാനമില്ലാതെ നരക ജീവിതം ജീവിക്കുന്ന ചില വ്യക്തികളുണ്ടെന്ന് ആത്മാവ് ആലോചന പറയുന്നു. പരസ്യമായി ആലോചന വിളിച്ചു. ഹല്ലേലൂയ, നിങ്ങൾ ഈ കേൾക്കുന്ന മാത്രയിൽ യേശുവിനൊന്ന് മനസ്സ് കൊടുക്ക്. ഈ ദേശത്ത്, ഹല്ലേലൂയ, സ്തോത്രം, ഈ ദേശത്ത് മരണവുമായി മല്ലിട്ട് മഹാരോഗത്താൽ, ഹല്ലേലൂയ, പീഡനം അനുഭവിക്കുന്ന ചില വ്യക്തികളുണ്ടെന്ന് പറയുന്നു.
സാമ്പത്തിക ശൂന്യത കൊണ്ട് ബ്ലൈഡുകാർക്ക് പൈസ കൊടുത്ത് ഞാൻ മുടിഞ്ഞുപോയി എന്ന് പറയുന്ന ചില വ്യക്തികളുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. വഴിതെറ്റിപ്പോയ മക്കളെ ഓർത്ത് ഇന്നും കണ്ണീരോടെ ഹല്ലേലൂയ മറ്റുള്ളവരോട് പറയുന്ന വ്യക്തികളുണ്ട്. യേശു നിങ്ങൾക്ക് ഒരു ആശ്വാസം തരും. ഹല്ലേലൂയ. അവൻ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്. അവന് കഴിയാത്ത ഒരു കാര്യവുമില്ല. അവൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. എന്റെ ദൈവം നിങ്ങൾക്ക് ശക്തി നൽകും. അല്ലയോ പ്രിയപ്പെട്ട ഹല്ലേലൂയ സ്തോത്രം ദേശനിവാസികളെ, മാതാവേ, പിതാവേ, സഹോദരാദികളെ, നിങ്ങളുടെ ജീവിതത്തിലുള്ള പിരിമുറുക്കങ്ങളും നിങ്ങളുടെ ജീവിതത്തിലുള്ള മാനസിക അസ്വസ്ഥതകളും നിങ്ങളുടെ രോഗങ്ങളെ മാറ്റുവാൻ അവൻ ഇറങ്ങി വരും. അവന് കഴിയാത്ത ഒരു കാര്യമില്ല. എന്റെ ദൈവം നിങ്ങൾക്ക് ശക്തി നൽകും. എന്റെ ദൈവം നിങ്ങൾക്ക് ഹല്ലേലൂയ സമാധാനം നൽകി അനുഗ്രഹിക്കും. ഈ വചനങ്ങളാൽ ഈ ദേശത്തുള്ള ജനത്തെ കേട്ടുകൊണ്ടുവന്ന വ്യക്തികളെ, ഈ ദേശത്തുള്ള ഹല്ലേലൂയ സ്തോത്രം വീടുകളിൽ താമസിക്കുകയും ഹല്ലേലൂയ ഈ ദേശത്ത് ഹല്ലേലൂയ സ്തോത്രം നിൽക്കപ്പെടുകയും വ്യക്തികളെ സ്വർഗ്ഗത്തിൽ സഹായിക്കട്ടെ. ഈ ദേശത്തുള്ള അന്ധകാരത്തിന്റെ കെട്ടുകൾ പൊട്ടി അവരെല്ലാം യേശുവിന്റെ സ്നേഹം രുചിച്ചറിയുന്നവരെ മാറട്ടെ. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.